മിനിസ്ക്രീൻ താരങ്ങളെ എക്കാലത്തും മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ച ചരിത്രമാണുള്ളത്. പുതിയ കാലത്തും മിനിസ്ക്രീൻ താരങ്ങൾക്ക് കുടുംബ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളത്. അതിനാൽ തന്നെ താരങ്ങളുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് താല്പര്യമാണ്. അഭിനയത്തിന് പുറമെ ബിസിനസ്, എഴുത്ത്, നൃത്തം എന്നീ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് മലയാളം മിനിസ്ക്രീനിലെ പല നടിമാരും. അതുകൂടാതെ ഡോക്ടർ, എഞ്ചിനീയർ എന്നീ മേഖലകളിൽ നിന്ന് അഭിനയ രംഗത്തേക്ക് എത്തിയവരുമുണ്ട്. മലയാളം മിനിസ്ക്രീനിൽ സ്വന്തമായി തങ്ങളുടെ സംരംഭം കെട്ടിപ്പടുത്തിട്ടുള്ള നിരവധി അഭിനേത്രികളുണ്ട്. അവരെല്ലാവരും ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ് താനും. ഇത്തരത്തിൽ അഭിനയ രംഗത്ത് സജീവമായിരിക്കെ തന്നെ സ്വന്തമായി സംരംഭം കെട്ടിപ്പടുത്തിട്ടുള്ള താരങ്ങളെ പരിചയപ്പെടാം. ഗായത്രി അരുൺ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരസ്പരം എന്ന സീരിയലിലെ ദീപ്തി എന്ന കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല. ഏറ്റവും താഴേക്കിടയിൽ നിന്ന് പഠിച്ച് കുടുംബിനിയായിരിക്കെ തന്നെ IPS ഉദ്യോഗസ്ഥയായി മാറിയ പെൺകുട്ടിയുടെ കഥയാണ് പരസ്പരം സീരിയൽ പറഞ്ഞത്. ഗായത്രി അരുണാണ് ഈ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ ദീപ്തിയെ അവതരിപ്പിച്ചത്. ഇപ്പോൾ സിനിമയിൽ സജീവമാണെങ്കിലും അഭിനയത്തോടൊപ്പം അവതരണവും പുസ്തകമെഴുത്തും വ്ലോഗും ബിസിനസ്സും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന താരമാണ് ഗായത്രി. അടുത്തിടെയാണ് സ്വന്തമായ ഒരു നെയിൽ ആർട്ട് സ്റ്റുഡിയോ ഗായത്രി ആരംഭിച്ചത്. ഗായത്രിയുടെ സ്വന്തം നാടായ ചേർത്തലയിൽ തന്നെയാണ് സ്റ്റുഡിയോ പ്രവർത്തിക്കുന്നത്. ആര്യ ബെഡായി ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ബെഡായി ബംഗ്ലാവ് എന്ന ടെലിവിഷൻ ഷോയിലൂടെയാണ് ആര്യ ശ്രദ്ധിക്കപ്പെടുന്നത്. മുകേഷും രമേശ് പിഷാരടിയും നിറഞ്ഞാടിയ ബെഡായി ബംഗ്ലാവിൽ ആര്യയുടെ പ്രകടനം കയ്യടി നേടിയിരുന്നു. ഇതുകൂടാതെ പല അവാർഡ്ദാന ചടങ്ങുകളും പരിപാടികളും എല്ലാം ആര്യ ഹോസ്റ്റ് ചെയ്തിരുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥിയായും ആര്യ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു സംരംഭം കൂടിയാണ് ആര്യ. കാഞ്ചീവരം എന്നാണ് ആര്യയുടെ ഉടമസ്ഥതയിലുള്ള സാരി സ്റ്റോറിന്റെ പേര്. പാർവതി ആർ കൃഷ്ണ നടി, അവതാരക എന്നീ നിലകളിലെല്ലാം പ്രശസ്തിയാണ് പാർവതി ആർ കൃഷ്ണ. താരത്തിന്റെ വ്ലോഗിനും നിരവധി കാഴ്ചക്കാരുണ്ട്. അടുത്തിടെ പാർവതി തിരുവനന്തപുരത്ത് വെസ്റ്റേൺ വസ്ത്രങ്ങൾക്കായുള്ള ഒരു സ്റ്റോർ ആരംഭിച്ചിരുന്നു. ഹർഷ വെസ്റ്റേൺ വെയർ എന്നാണ് പാർവതിയുടെ ഷോപ്പിന്റെ പേര്. ശ്രുതി രജനികാന്ത് ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചക്കപ്പഴം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ശ്രുതി രജനികാന്ത് പ്രശസ്തിയാകുന്നത്. അഭിനയത്തോടൊപ്പം ഹാൻഡ് മെയ്ഡ് പെർഫ്യൂം വിൽക്കുന്ന ഒരു സ്റ്റോറും നടി നടത്തുന്നുണ്ട്. ദ പെർഫ്യൂം പ്രൊജക്ട് എന്നാണ് ശ്രുതിയുടെ ബിസിനസ് സംരംഭത്തിന്റെ പേര്. റബേക്ക സന്തോഷ് കുട്ടിക്കാലം തൊട്ടേ മലയാളികൾക്ക് അറിയുന്ന താരമാണ് റബേക്ക സന്തോഷ്. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ സീരിയലുകളിൽ ഒന്നായ ചെമ്പനീർ പൂവിലെ കേന്ദ്ര കഥാപാത്രമായ രേവതിയെയാണ് റബേക്ക അവതരിപ്പിക്കുന്നത്. അഭിനയത്തോടൊപ്പം കാഷ്വൽ വെയർ, ബനാറസി സാരികൾ, എത്തന്റിക് വെയർ തുടങ്ങിയ വസ്ത്രങ്ങൾക്കായി 3 വ്യത്യസ്ത ബ്രാൻഡുകളുടെ സാരഥ്യവും റബേക്ക വഹിക്കുന്നുണ്ട്. ഇവരെല്ലാമാണ് സീരിയൽ രംഗത്തെ ബിസിനസ് വുമൺ. പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.